കഴിഞ്ഞ ഒരു വീഡിയോയിൽ MCPFൻ്റെ ജനറൽ ബോഡിക്ക് മുൻപായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ ഡയറക്ടർ ബോർഡ് ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ യോഗം കൂടി അവിടെ നിങ്ങളുടെ കണക്കും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് പാസ്സാക്കിയതിന് ശേഷം മാത്രമേ പൊതുയോഗത്തിലേക്ക് കൊണ്ടുവരാവൂ അതാണ് അതിൻ്റെ നിയമപരമായ വഴി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് അവർ മനസ്സിലാക്കിയിട്ടാണെന്ന് തോന്നുന്നു. അവർ നേരത്തെ നിശ്ചയിച്ചതിൽ നിന്ന് വിപരീതമായിട്ട് ഇപ്പം മറ്റൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതായത് പൊതുയോഗത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പിന് വേണ്ടി അതിൻ്റെ പിറ്റേ ദിവസം ബോർഡ് യോഗം കൂടുവാനായിട്ട് ഇവർ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് മുൻപായിട്ട് മെയ് മാസം 10-ാം തീയതി ബോർഡ് യോഗം ചേർന്ന് കണക്ക് കാര്യങ്ങളെല്ലാം പരിശോധിക്കുകയും പുതിയ അടുത്ത 3 വർഷത്തേക്കുള്ള ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനും അതിനുവേണ്ടി ഒരു വരണാധികാരിയെ നിയമിക്കുകയൊക്കെ ചെയ്തുകൊണ്ടൊരു സർക്കുലർ ഈയിടെ ഇറങ്ങിയിട്ടുണ്ട്. ഏതായാലും ഈ ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ യോഗത്തിലേക്ക് അല്ലെങ്കിൽ ബോർഡ് യോഗത്തിലേക്ക് ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് കടന്നു ചെല്ലുവാനുള്ള അവസരം ഇപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മുൻപ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഓർക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം ഞാൻ വീണ്ടും പറയട്ടെ, ഇപ്പോഴുള്ള നിലവിലുള്ള ഭരണഘടന പ്രകാരം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ മുകളിൽ അധികാരമുള്ള ഒരു ഭരണസമിതിയാണ് ബോർഡ് ഓഫ് ഗ്രൂപ്പ് ലീഡേഴ്സ് അഥവാ ഈ പറയുന്ന ഗ്രൂപ്പ് ലീഡർമാരുടെ ഭരണസമിതി. ഈ ഗ്രൂപ്പ് ലീഡർമാരുടെ ഭരണസമിതിക്ക് ഇവരെടുത്തിട്ടുള്ള ഏത് തീരുമാനങ്ങളെയും റദ്ദ് ചെയ്യാനുള്ള അധികാരവുമുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ബോധ്യപ്പെടുത്തിയിരുന്നു. നിങ്ങളാരും അത് അത്ര ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണിത്. ഏതായാലും അവരുടെ കാര്യപരിപാടി അനുസരിച്ച് ഈ 10-ാം തീയതി മെയ് മാസം 10-ാം തീയതി കൂടുന്ന ഗ്രൂപ്പ് ലീഡേഴ്സിൻ്റെ യോഗത്തിലേക്ക് അഥവാ ബോർഡ് യോഗത്തിലേക്ക് അവർ വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ അതിൻ്റെ അജണ്ടയിൽ വെച്ചിട്ടുള്ള പല കാര്യങ്ങളിൽ ഒന്ന് റിപ്പോർട്ട്, കണക്ക്, ബജറ്റ്, മതിപ്പ് എന്നിവകളിന്മേലുള്ള ചർച്ച എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് മാത്രമല്ല ഉള്ളത്, ഈ വക കാര്യങ്ങളിലുള്ള ചർച്ച. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കുന്ന ആരൊക്കെയാണോ പ്രതിനിധികളായിട്ട് പങ്കെടുക്കുന്ന അവർ, നിലവിലുള്ള പാസ്റ്റേഴ്സ്, നിങ്ങളെല്ലാം ഈ വിഷയത്തിൽ ശക്തമായ നിലപാടുകൾ എടുക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അവിടെ എഴുതി വെപ്പിച്ച് അത് വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം മാത്രമേ, കേട്ടിട്ട് മാത്രമേ നിങ്ങൾ ഒപ്പിടാവൂ. കാരണം ഈ ഒരു കൂടിവരവിൻ്റെ മിനിറ്റ്സ് തയ്യാറാക്കി ഒപ്പിട്ട് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ അവിടെ തീരുമാനിക്കപ്പെട്ട് അത് വായിച്ച് കേട്ട് ഒപ്പിടാതെ നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുകയായിരിക്കും ചെയ്യുന്നത്. കാരണം പിന്നീട് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളായിരിക്കുകയല്ല ഇവരിവിടെ എഴുതി ചേർക്കുന്നത്. ഇപ്പോൾ തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ എടുത്ത തീരുമാനം എന്താണെന്ന് ഈ പറയുന്ന ബോർഡ് യോഗത്തിൽ വായിച്ച് കേൾപ്പിക്കുന്നു. എന്ത് അസംബന്ധമാണ് പറഞ്ഞിരിക്കുന്നത്? കഴിഞ്ഞ ബോർഡ് യോഗത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ? എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞോ? ഒന്നും എടുത്തില്ല. നിങ്ങൾ പറയുന്നത് നിങ്ങൾ അവിടെ കിടന്ന് കാര്യങ്ങൾ പറഞ്ഞു എന്നല്ലാതെ ആ കാര്യത്തിന്മേൽ എന്ത് തീരുമാനമുണ്ടായി എന്ന് ബോർഡ് യോഗം അറിഞ്ഞിട്ടില്ല, ബോർഡ് തീരുമാനിച്ചിട്ടുമില്ല. പിന്നെ തീരുമാനിച്ചത് ഈ പറയുന്ന കൗൺസിലാണ്. അപ്പോൾ ഈ കൗൺസിൽ ബോർഡ് യോഗ പേരിന് വിളിച്ചുകൂട്ടി നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞു, ബാക്കി തീരുമാനം എന്താണ് എടുത്തതെന്ന് കൗൺസിലാണ് എടുത്തത്. അത് തെറ്റായ പ്രവണതയാണ്. അങ്ങനെ ഒരു കാര്യം അനുവദിച്ചുകൂടാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ബോർഡ് യോഗം കൂടുമ്പോൾ നിങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങൾ അവിടെ ബോർഡിൻ്റെ മിനിറ്റ്സിൽ എഴുതി രേഖപ്പെടുത്തി വായിച്ച് കേട്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒപ്പിട്ട് പിരിയാവൂ. അതിനുവേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തണം.
അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനമായിരിക്കുകയില്ല, കൗൺസിൽ വേറെ തീരുമാനമെടുത്ത് നിങ്ങൾ വേറെ കാര്യങ്ങൾ എഴുതും. ഇത് കാരണം ഇത് സ്ഥിരം പരിപാടിയാണ് ഇവരുടെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങളാൽ വഞ്ചിക്കപ്പെടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ 2 ലെറ്റർ, ഒന്ന് കൗൺസിലിലേക്കും ഒന്ന് ഈ പറയുന്ന ഗ്രൂപ്പ് ലീഡർമാരുടെ യോഗത്തിലേക്കും അയച്ചിരുന്നു. ഈ 2 ലെറ്ററുകളും ഈ ബോർഡ് യോഗത്തിൽ ഇവർ വായിക്കുകയോ ചർച്ച ചെയ്യുകയോ ചെയ്തിട്ടില്ല. ആയതുകൊണ്ട് നിങ്ങൾ ബോർഡ് യോഗത്തിൽ സംബന്ധിക്കുന്നവരായ നിങ്ങൾ അന്വേഷിക്കണം, ഇങ്ങനൊരു കത്ത് വന്നിട്ടുണ്ടോ, ഞാനൊരു കത്ത് അയച്ചിട്ടുണ്ടോ, ആ കത്ത് നിങ്ങൾ എന്ത് തീരുമാനിച്ചു എന്നുള്ളതല്ല എനിക്ക് വിഷയം, ആ കത്ത് അവിടെ ചർച്ചയ്ക്കെടുത്തോ എന്നുള്ളതാണ് കാര്യം. ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണോ അതിനകത്ത് ആക്ഷേപിക്കുകയോ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ആക്ഷേപം പറയുകയോ ചെയ്തിട്ടുള്ളത്, ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആവശ്യമെങ്കിൽ എന്നെ കൂടെ കേട്ടിട്ട് കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണം. അതാണ് ആവശ്യം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകരുത്. വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള ഈ അവസരത്തെ നിങ്ങൾ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ള 2 പ്രധാന കാര്യങ്ങളിൽ ഒന്ന്, നമ്മുടെ ഡയറക്ടറായിരിക്കുന്ന സാജു വർഗീസ് അച്ഛൻ രാജിവെക്കണം. അദ്ദേഹം തൽസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പിന്മാറണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒന്ന്, എൻ്റെ പിതാവായിരുന്ന പൗലോസ് കുന്നുമ്മേലച്ഛൻ്റെ മരണത്തിൽ ഒരു അനുശോചനം പോലും രേഖപ്പെടുത്താതെ അദ്ദേഹം ചെയ്ത അവഹേളനം അത് തികച്ചും ന്യായീകരിക്കത്തക്കതല്ല. അതുകൊണ്ട് അദ്ദേഹം ആ കാര്യത്തിൽ നിന്ന് രാജിവെച്ച് മാറണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, അദ്ദേഹം അന്ന് വിദേശത്തായിരുന്നു അദ്ദേഹം തിരിച്ച് നാട്ടിൽ വന്നു. കഴിഞ്ഞ ഒക്ടോബർ 16-ാം തീയതിയാണ് പിതാവ് മരിക്കുന്നത്. എന്നിട്ട് നാളിത്രയുമായിട്ടും ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഈ സമയത്ത് പോലും അദ്ദേഹം ഈ വീട്ടിലൊന്ന് വരികയോ എന്നോട് സംസാരിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള സത്യം നിങ്ങളറിയണം. അതുപോലെ ഇത്തരത്തിലുള്ളൊരു നികൃഷ്ട ജീവിയാണ് ഈ പറയുന്ന സാജു അച്ഛൻ. കാരണം അദ്ദേഹത്തിന് യാതൊരു മാന്യതയും മര്യാദയുമില്ലാത്ത കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഈ ഉടുമ്പന്നൂർ സഭയിലെ വിശ്വാസികൾ എന്നോട് ചോദിച്ചു, അദ്ദേഹം ആദ്യമായിട്ട് ഇപ്പോൾ വിദേശവാസമെല്ലാം കഴിഞ്ഞ് ഉടുമ്പന്നൂർ സഭയിൽ തിരിച്ചെത്തിയതിന് ശേഷം 2024 നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഈ നഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആദ്യം ഉണ്ടായ നഷ്ടമെന്ന് പറയുന്നത് പോത്താനിക്കാട് സഭയിലെ മൈക്കോട്ടിങ്കരയിൽ മത്തായി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ വിയോഗമാണ് അദ്ദേഹത്തിനൊരു നഷ്ടമായി തോന്നിയത്. അദ്ദേഹം കുന്നുമ്മേലച്ഛനെ അങ്ങ് മറന്നുപോയി. ഈ ഉടുമ്പന്നൂരിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഇതിനകത്തിരുന്ന പലർക്കും ഇയാളിതെന്തായി പറയണേ എന്നുള്ള ഒരു ചിന്ത വന്നു. അങ്ങനെ പലരും എന്നോട് ആ കാര്യം അവതരിപ്പിക്കുകയുണ്ടായി. വീണ്ടും ഇദ്ദേഹം പാസ്റ്ററുടെ മുഖത്തേക്ക് നോക്കി കുറേ നേരം നിന്നു. അതിനുശേഷം കുന്നുമ്മേലച്ഛനും മരിച്ചുപോയി എന്നൊരു രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇതിനു മുൻപ് നടത്തിയ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞിരുന്നു, അദ്ദേഹം ഇവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ പറയുന്ന എൻ്റെ പിതാവിൻ്റെ മരണശേഷം മരിച്ചുപോയ പോത്താനിക്കാട് സഭയിലെ മത്തായി സാർ എന്ന് നമ്മൾ വിളിക്കുന്ന മൈക്കോട്ടിൻകരയിലെ മത്തായി സാറ് മരിച്ചപ്പോൾ അദ്ദേഹം ഇവിടെ ഇല്ലാതിരുന്നിട്ടും ഈ പറയുന്ന എന്നെൽദോ എന്ന് പറയുന്ന അദ്ദേഹത്തെ കൊണ്ട് അവിടെ വിളിച്ചു പറയിപ്പിച്ചു അനുശോചനം. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനു മുൻപ്. അപ്പോൾ ഇത്തരം നന്ദികേടും നെറുകേടും കാണിച്ചുകൊണ്ട് നടക്കുന്ന ഈ കള്ളനെ ഇതിൽ നിന്ന് പുറത്താക്കണം എന്ന് തന്നെയാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല 2-3 കാര്യങ്ങൾ കൂടിയുണ്ട്. ഇദ്ദേഹത്തെ ഇതിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ MCPFൻ്റെ അംഗത്വം ലഭിക്കുന്നതിന് ആവശ്യമായ നിബന്ധനകൾ വച്ചിരിക്കുന്നതിലൊന്നാണ്
സിനിമ കാണാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം തന്നെ ഈ കാര്യം സമ്മതിച്ചിട്ടുള്ളതാണ്, ഞാൻ സിനിമ കാണുന്നയാളാണെന്ന്. കൂടാതെ അതിനകത്ത് വെച്ചിരിക്കുന്ന നിബന്ധനകളിൽ പലതും ഇദ്ദേഹം തെറ്റിക്കുന്ന ആളാണ്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഒരു പ്രാഥമിക അംഗമായി പോലും കൈക്കൊള്ളാൻ കഴിയാൻ പറ്റാത്ത അദ്ദേഹമാണ് ഡയറക്ടർ സ്ഥാനം കളിച്ചുകൊണ്ട് വിരസിക്കൊണ്ട് നടക്കുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ ശരിയല്ല. ഇപ്പോഴും ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നടപടി ശരിയോ തെറ്റോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് മനസ്സിലാക്കുക. മറ്റൊരു കാര്യമാണ്, ട്രഷററായിട്ട് നിൽക്കുന്ന ഇപ്പോൾ ഉടുമ്പന്നൂർ സഭയുടെ പാസ്റ്ററുമായി ഇരിക്കുന്ന NML ദോ, അദ്ദേഹത്തിൻ്റെ കള്ളത്തരങ്ങളും അദ്ദേഹം കുന്നുമേലത്തിൻ്റെ കാശ് കട്ടെടുത്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുള്ള കത്ത്, ആ കത്ത് നിങ്ങളെവിടെ പൂഴ്ത്തി വെച്ചു? ആ കത്ത് നിങ്ങൾ എന്തിയെ പരിഗണിക്കാത്തത്? ഇദ്ദേഹത്തെ ഒരു പാസ്റ്റർ സ്ഥാനത്ത് പോലും നിർത്താൻ യോഗ്യനല്ല എന്ന് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ തെളിയിച്ചിട്ടുണ്ടല്ലോ. ഇല്ലെങ്കിൽ ഞാൻ ഇനിയും തെളിയിക്കാൻ സന്നദ്ധനാണ്. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഈ ഉടുമ്പന്നൂർ സഭയിൽപ്പെട്ട ഒരു പാസ്റ്റർ, അദ്ദേഹം ഇപ്പോൾ കമ്മിറ്റി അംഗം കൂടിയാണ്. അദ്ദേഹത്തെ ആ സ്ഥാനത്തേക്ക് ആക്കാൻ നല്ലൊരു പങ്ക് വഹിച്ചയാളാണ് ഞാൻ. അദ്ദേഹം മറ്റൊരു ആളോട് പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കുകയാണ്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അയാൾ ചോദിച്ചു, വേറൊരു സ്നേഹിതൻ ചോദിച്ചു, അപ്പോഴേ ഈ കാണിക്കുന്ന പരിപാടിയൊക്കെ പോക്കിരിത്തരമല്ലേ? നിങ്ങൾ അച്ഛന് കൊടുക്കാനുള്ള പൈസ എടുത്ത് കളഞ്ഞത് അല്ലെ കൊടുക്കാതിരുന്നത് വളരെ മോശമായ കാര്യമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, അതെന്താ നിസ്സാര കാര്യമല്ലേ ഉള്ളൂ, ഒരു 7500 രൂപയുടെ കേസേ ഉള്ളൂ, അതിപ്പോൾ ഷോയും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണെന്ന്. എത്ര ലാഘവത്തോടെയാണത് ഇയാൾ അത് പറഞ്ഞ് ഒഴിവാകാൻ നോക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞയാൾ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാവുന്ന ആളായതുകൊണ്ട് അദ്ദേഹം 4 വർത്താനം പറഞ്ഞപ്പോൾ ഇയാൾ വിട്ടുപോയി എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഉടായിപ്പുകളെ പിടിച്ചുകൊണ്ട് നടക്കുന്ന നിങ്ങളുടെ ഈ പ്രസ്ഥാനം, നിങ്ങൾ ഒരിക്കലും സത്യസന്ധമായിട്ട് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ എഴുതി തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമുള്ള കാര്യത്തിൽ എന്നെ വിളിച്ച് നിങ്ങൾ ചോദിക്കണം, ഞാനത് തെളിയിച്ചു തരാം കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളും. ഇത് കട്ടതാണോ കക്കാത്തതാണോ ഏത് കാര്യമാണ് വേണമെങ്കിൽ ഞാൻ തെളിയിച്ചു തരാം. ഇനി ആ ഭാഗങ്ങൾ അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ഒരു കാര്യങ്ങളുള്ളത്, അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ അടുത്ത ബോർഡ് യോഗത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും ചങ്കൂറ്റമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ പറയണം, അല്ലെങ്കിൽ ചോദിക്കണം, ഈ കാര്യത്തെക്കുറിച്ച് തീരുമാനമുണ്ടാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇപ്പോൾ മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഇപ്പോൾ എല്ലാ ചർച്ചകളിൽ നിന്നും വർഷാവസാന കാര്യങ്ങളെല്ലാം, വർഷാവസാന കണക്കുകളും അതിൻ്റെ കാര്യങ്ങളും എല്ലാം ഡീറ്റെയിൽസും എല്ലാം ഇവർ കേന്ദ്രത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അത് ഈ മാർച്ചിന് ശേഷം എല്ലാ സ്ഥലത്തു നിന്നും ലഭ്യമാകും. അപ്പോൾ ആ കൊടുക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ആ സഭയിൽ നിന്ന് എത്ര രൂപയാണ് ഒരു പാസ്റ്റർ കൈപ്പറ്റുന്നത്. അപ്പോൾ അത് അവർ കൊടുക്കണം. അപ്പോൾ ഈ കാര്യം ഇത് വിശ്വാസികളെ കൂടെ നിങ്ങൾ അറിയിക്കണം. ഓരോ സഭകളിലും എത്ര രൂപ വെച്ചാണ് ആകെ ഈ മലങ്കര ക്രിസ്ത്യൻ ചർച്ചിന് എത്ര സഭകളുണ്ടെന്നും ആ ഓരോ സഭകളിൽ നിന്നും എത്ര രൂപ വെച്ചാണ് ഒരു പാസ്റ്റർക്ക് അലവൻസ് കൊടുക്കുന്നതെന്നുള്ള കാര്യം പൊതുജനത്തെ കൃത്യമായി അറിയിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ 2024-25 സാമ്പത്തിക വർഷത്തിൽ നിങ്ങൾ എത്ര കൗൺസിൽ കൂടി, എത്ര ബോർഡ് യോഗം കൂടി, ഒരു കൗൺസിൽ യോഗത്തിന് എത്ര രൂപ ചിലവ് വരും, ഒരു ബോർഡ് യോഗത്തിന് എത്ര രൂപ ചിലവായിട്ടുണ്ട്, ഈ വിഷയങ്ങൾ നിങ്ങൾ കൃത്യമായി അറിയിക്കണം.
ഇത് സാധാരണ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. മറ്റൊരു കാര്യം കേസുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ കേസിന് വേണ്ടി നിങ്ങൾ മുടക്കുന്ന പൈസ അത് പല വക ഇതിൽ കൊള്ളിക്കാം എന്ന് ബോർഡ് തീരുമാനിച്ചു എന്നും പറഞ്ഞുകൊണ്ടാണ് നിങ്ങളൊരിക്കൽ ഒരു സർക്കുലർ ഇറക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ കാര്യമാണ്, തെറ്റായ കീഴ്വഴക്കമാണ്. ഞാൻ പ്രത്യേകം പറയുന്നു, അതിന് തന്നെ ഒരു പ്രത്യേക ഹെഡിങ് ഉണ്ടാകണം. ആ ഹെഡിങ്ങിൽ നിങ്ങൾ ആ കാര്യങ്ങൾ കൃത്യമായി എഴുതി ചേർക്കണം. ഇതിനകത്തുള്ള തന്ത്രം എന്താണെന്ന് ചോദിച്ചാൽ, എത്ര രൂപയാണ് ഇവർ കേസിന് കൊടുക്കുന്നതെന്ന് ജനങ്ങൾ അറിഞ്ഞാൽ ഇവർ കേസ് നടത്തി കാര്യങ്ങൾ പൈസ നഷ്ടപ്പെടുത്തുകയാണെന്നും മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ കിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങളത് പലവക എന്ന് പറയുന്ന വിധത്തിൽ ചെയ്തിരിക്കുന്നത്. ഈ തട്ടിപ്പ് ജനങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് അതിന് പ്രത്യേക ഹെഡിങ് ഉണ്ടാക്കി അതിനായി ചിലവായിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ അവിടെ രേഖപ്പെടുത്തണം. അതിന് കൃത്യമായ കാര്യങ്ങൾ ചെയ്യണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പണം കിട്ടുന്ന പണം വക മാറ്റി ചിലവഴിക്കുന്ന ഒരു പരിപാടി ഇവർക്ക് സ്ഥിരമായിട്ടുള്ളതാണ്. അങ്ങനെ ഇതിനു മുൻപും പലപ്പോഴും ചെയ്തിട്ടുണ്ട്, വക മാറ്റി ചിലവഴിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രസ്ഥാനം സത്യസന്ധമായിട്ടല്ല പോകുന്നതെന്നും ഈ പ്രസ്ഥാനം വളരെ ഒരു അലമ്പായി പോയിക്കൊണ്ടിരിക്കുകയാണെന്നും ഉള്ളത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, കേന്ദ്രത്തിലേക്ക് പണം കൊടുക്കുന്നത് നിർത്തണം. ഏതെല്ലാം വിധത്തിൽ നിങ്ങൾ കേന്ദ്രത്തിലേക്ക് പണം കൊടുക്കുന്നുണ്ടോ ആ പണം കംപ്ലീറ്റ് ക്ലോസ് ചെയ്യണം. നിങ്ങളെ ഒരു ചുക്കും ചെയ്യാനില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സഭ നിങ്ങൾ പിരിച്ചുണ്ടാക്കുന്ന പണം നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവരെ അല്ല ഏൽപ്പിക്കുന്നതെങ്കിൽ അത് കൊണ്ട് യാതൊരു വിധമായിട്ടുള്ള ഗുണത്തേക്കാളേറെ ദോഷമാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ സത്യസന്ധമായി കലങ്ങി തെളിഞ്ഞു വരുന്നത് വരെയെങ്കിലും നിങ്ങൾ കേന്ദ്രത്തിലേക്ക് ഒരു പൈസ പോലും കൊടുക്കരുത് എന്ന് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ലോക്കൽ സഭകളിൽ അത് ചെലവഴിക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ പാസ്റ്ററെ സന്ധിക്കുകയും ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലോക്കൽ ചർച്ചുകളിൽ ഈ പറയുന്ന എല്ലാ ആൾക്കാരുണ്ട് അവിടെ അത് ചെയ്യണം. അവർക്ക് അവിടെ രോഗികളായിട്ടുള്ളവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവരേതെല്ലാം തരത്തിൽ ചെയ്യുന്നു ആ കാര്യങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് അവിടെ ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ ഇവർ തട്ടിപ്പാണ്. ഈ തട്ടിപ്പ് പ്രസ്ഥാനം ഇവർ വക മാറ്റി ചെലവഴിച്ചുകൊണ്ട് ഇവരിങ്ങനെ പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. അപ്പോൾ അത് അങ്ങനെ വക മാറ്റി ചെലവഴിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പണ്ട് ജോഷുവ പാസ്റ്റർ മരിച്ച സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി പിരിവ് നടത്തി അവർക്ക് വീട് വെച്ച് കൊടുക്കാനായിട്ടോ പിരിവുണ്ടാക്കി. അതിനകത്തൊക്കെ വളരെ തിരിമറികളും കാര്യങ്ങളൊക്കെ നടന്നു. അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തതിന് ശേഷം മാത്രമാണ് വീണ്ടും അവർക്ക് ഒരു വീടെങ്കിലും ഉണ്ടാക്കി കൊടുക്കാനുള്ള സെറ്റപ്പിലേക്ക് ഇവർ വന്നത് തന്നെ. അന്നും ഇവർ കാശ് വകമാറ്റി ചെലവഴിക്കുകയും പല കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ മുടക്കിയ ആ പൈസകളെല്ലാം വെള്ളത്തിലായില്ലേ? നിങ്ങളുടെ പിടിപ്പുകേട് കൊണ്ട് നിങ്ങൾ ചെയ്തു പോയ കാര്യങ്ങളെല്ലാം വെറുതും വെള്ളത്തിലായി. എത്ര ലക്ഷം രൂപ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ വീടായിട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായിട്ട് ചിലവഴിച്ചോ ആ ചിലവഴിച്ച കാര്യങ്ങൾ മുഴുവൻ ഇപ്പോൾ അന്യാധീനപ്പെട്ടു പോയി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊരാളുടെ പേരിലായിപ്പോയി. നിങ്ങൾക്കിനി അത് തിരിച്ചു കിട്ടുന്ന പരിപാടിയില്ല. അപ്പം നിങ്ങൾ അന്ന് ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങളിപ്പോൾ മൂടി വച്ചിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, സ്നേഹസദനം. അതെന്തിയാ ഇപ്പം അനങ്ങാത്ത ആ കാര്യത്തിലേക്ക്? ഇവിടെ സ്നേഹസദനത്തെപ്പറ്റി എന്തെല്ലാം വേഷം കെട്ടും അഭ്യാസമായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇനി ആ വേഷം കെട്ടുമായിട്ടൊന്ന് ഉടുമ്പന്നൂർക്ക് വന്നേ, ഒന്ന് കാണട്ടെ. ഉടുമ്പന്നൂർക്ക് സ്നേഹസദനത്തിൻ്റെ വേഷം കെട്ടും കൊണ്ടൊന്ന് വന്നു നോക്കി. ഇപ്പം ഇദ്ദേഹം ഉണ്ടല്ലോ, ഈ കത്തനാവ് ഉണ്ടല്ലോ ഇവിടെ. അപ്പോൾ അയാൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മുങ്ങുന്നതിന് മുമ്പ് തൻ്റെ ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അഭ്യാസമായിട്ട് ഇങ്ങോട്ട് വാ, കാണിച്ചു തരാം എന്താ ചെയ്യാൻ പോണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളെടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓരോ അഭ്യാസങ്ങളും പൊളിച്ചടുക്കി നിങ്ങളുടെ കയ്യിൽ തരും. അതിന് ആംബിയർ ഉണ്ടെങ്കിൽ ഇനി പോരെ, നിങ്ങളെ വെല്ലുവിളിക്കുക തന്നെയാണ് ചെയ്യണേ ആ കാര്യത്തിൽ. എന്തിയാ സ്നേഹസാധനം? ഉമ്പിയില്ലേ? ഇല്ലേ? അപ്പം ഇതാണ് സംഭവിക്കുന്നത്.
ഇവർ ഈ അറിയാവുന്നവൻ്റെ കയ്യിൽ ഇത് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പറയുന്ന പോലെയാണ് ഇവന്മാരുടെ കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ. കാരണം ഇവരെ സംബന്ധിച്ച് ഈ പൈസ എന്നൊരു ഉപജീവന ചിന്തകളും അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കുക എന്നുള്ളതല്ലാതെ അതിൽ കവിഞ്ഞ യാതൊരു ആത്മീയതയും ഇവർക്കില്ല. ഇവരൊക്കെ ചുമ്മാ അഭ്യാസമായിട്ട് നടക്കുന്നവരാണെന്ന് വളരെ കൃത്യമായി നിങ്ങൾക്ക് തെളിയിച്ചു തരാൻ കഴിയും. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ വളരെ സത്യസന്ധതയും സുതാര്യവുമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ നിങ്ങൾ പല കമ്മിറ്റി ഉണ്ടാക്കുകയും പല കമ്മിറ്റി പിരിച്ചു വിടുകയും പല അഭ്യാസങ്ങളൊക്കെ നടത്തിയല്ലോ. ഇനി ഒന്ന് വന്നേ ശരിയായ രീതിയിൽ ഉടുമ്പന്നൂരിലേക്ക് വാ. നിങ്ങളെ വെല്ലുവിളിക്കുന്നു, സ്നേഹസാധനവും കമ്മിറ്റിയൊക്കെ ആയിട്ട് ഉടുമ്പന്നൂർക്ക് വാ. ആ പഴയ പ്രശ്നങ്ങളൊക്കെ കിടക്കുമല്ലേ, തീർന്നിട്ടില്ലല്ലോ, തീർക്കാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ട് വാ. അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനങ്ങൾ ബോധവാന്മാരായിരിക്കണം. അതുകൊണ്ട് ഇവർക്ക് നയാ പൈസ കൊടുക്കരുതെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും അഭ്യർത്ഥിക്കുന്നത്. ഇത്തരത്തിലുള്ള കാപട്യങ്ങളും വഞ്ചനകളും നിങ്ങളുടെ മുന്നിൽ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യും, കൃത്യമായി തന്നെ, യാതൊരു സംശയവും വേണ്ട. ആരും ഭയക്കുന്ന ആളുമല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ബുദ്ധിക്ക് വേണ്ടി, നിങ്ങളുടെ വിശ്വാസികളുടെ ബുദ്ധി ഉദിക്കുന്നതിന് വേണ്ടി, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതിന് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ബോർഡ് മെമ്പേഴ്സിനെ ഞാൻ ഈ കാര്യങ്ങൾ ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്. നിങ്ങൾ ഈ കാര്യങ്ങൾ അടുത്ത ബോർഡ് യോഗത്തിൽ കൂടുമ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കണം. ഒന്നുകൂടെ ഞാൻ ഓർപ്പിക്കട്ടെ, ഇവർ ബോർഡ് യോഗം കൂടുമ്പം ധ്യാനവും പ്രസംഗവും ഒക്കെ ആയിട്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഈ വേഷം കെട്ടിനൊക്കെ സമയം പിന്നെ കണ്ടെത്തുക. ഇപ്പോൾ കാര്യം നടത്താൻ വേണ്ടിയിട്ട് കൂടുക, കാര്യങ്ങൾ തീരുമാനിച്ച് പിരിയുക. അതിനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.